പട്ടാപ്പകൽ തിരുവനന്തപുരത്ത് ക്രൂര കൊലപാതകം. വഞ്ചിയൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നു. അയൽവാസിയായ പ്രദീപാണ് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൌഫൽ ചേരുന്നുണ്ട്. നൌഫൽ, ഇപ്പോൾ പട്ടാപ്പകലാണ് യുവാവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. അതായത് കൈതമുക്ക് ഭാഗത്ത് വെച്ച് പറയുന്ന ബന്ധുക്കളായിട്ടുള്ള പ്രദീപ്, വിശാഖ്, ഇതിൽ വിശാഖിനെ പ്രദീപ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇവർ തമ്മിൽ 6 മാസം മുമ്പും ഇത്തരത്തിൽ ഈ പറയുന്ന കൊല്ലപ്പെട്ട വിശാഖ് പ്രദീപിനെ വെട്ടിയ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന പ്രദീപ് 2012 വരെ പോലീസിന്റെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആള് തന്നെയായിരുന്നു. അത്തരത്തിൽ ഇന്ന് സംഘം കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന വാഹനം, അതായത് ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനം പുലയനാർ കോട്ട ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് മദ്യക്കുപ്പികളും 3 വാളുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ CCTV വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളിൽ വണ്ടിയുടെ നമ്പരും വണ്ടി ഏതാണെന്ന് ഉൾപ്പെടെ പോലീസ് പുറത്തുവിട്ടിരുന്നു. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പുലയനാർ കോട്ട ഭാഗത്ത് ഈ വാഹനം ഉപേക്ഷിച്ചു. ഈ വാഹനം വള്ളക്കടവ് സ്വദേശിയായിട്ടുള്ള ശ്രീഹസ് എന്ന് പറയുന്ന ഒരാളിന്റെ വാഹനമാണ്. ആ വാഹനത്തിനകത്തുനിന്ന് ഈ ഉടമസ്ഥന്റെ ലൈസൻസും പോലീസിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, മദ്യപിച്ചതിന്റെ മദ്യക്കുപ്പികളും വാളുകളും കിട്ടിയിട്ടുണ്ട്. മദ്യപ സംഘം, അതായത് ഇവർ മദ്യപിച്ച് അതിനുശേഷമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ ഒരു നിഗമനം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രദീപിന്റെ സഹോദരനുമായും ഈ കൊല്ലപ്പെട്ട വിശാഖ് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു. അതിന്റെ കൂടി വൈരാഗ്യത്തിലായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും പ്രതികൾ ഇപ്പോൾ ഈ പുലയനാർ കോട്ട ഭാഗത്ത് വാഹനം ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രതികൾക്കായുള്ള അന്വേഷണം എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. വിഷ്ണുപ്രിയ.